മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എനിക്കിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് പുതിയൊരു ഇൻഫർമേഷനാണ്. അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാബി എന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഇപ്പോൾ 90% ഷോപ്പുകളിലും ടാബ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ സാലറിക്കാരന്, അതായത് 3000 ദിറംസിന് ഉള്ള സാലറിക്കാരന് ഒരിക്കലും ഒരു ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളോ മറ്റേ ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ളൊരു സപ്പോർട്ടീവായിട്ടുള്ള കാര്യമാണ് ഈ ടാബി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു 4 മാസം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്കത് EMI ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം സാലറി 5000 ആണ്. അതാണെന്ന് കഴിഞ്ഞാൽ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് EMI ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചുരുങ്ങിയതായിട്ട് ഒരു 500 ദിറംസിനെങ്കിലും പർച്ചേസ് ചെയ്യണം. കഴിഞ്ഞാൽ മാത്രമാണ് 6 മാസത്തേക്ക് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. ഈ ക്രെഡിറ്റ് കാർഡിൽ തന്നെ നമുക്ക് 2% EMI ആക്കാനുള്ള പ്രോസസ്സിങ് ഫീസ് ഉണ്ട്. അതായത് ചുരുങ്ങിയതൊരു 40-50 ദിറംസോളം EMI ആക്കാനുള്ള ചാർജസ് കാര്യങ്ങളൊക്കെ വരും. ഈ ടാബി ആപ്ലിക്കേഷനിൽ അഞ്ച് കഴിഞ്ഞാൽ ടാബി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒരു വെർച്വൽ കാർഡാണ്, ഫിസിക്കൽ കാർഡല്ല, ഒരു വെർച്വൽ കാർഡാണ്. അതിലെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 10 ദിറംസ് ആയാലും 4 മാസത്തേക്ക്, 500 ദിറംസ് ആയാലും 4 മാസത്തേക്ക് നമുക്ക് മിനിമം ഒരു 500 ദിറംസ് തൊട്ട് നമുക്ക് മിനിമം ലിമിറ്റ് ചെയ്തൊരു ആൾക്കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു, ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങണം, ഒരു 5 കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർ 5 കഴിഞ്ഞാൽ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അത് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പിൾ സ്റ്റോറിൽ ടാബിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അടിക്കുക, നമ്മളിപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാബിൽ നമ്മുടെ ഇത് വരും. പിന്നെ ഏതെങ്കിലും ഷോപ്പിൽ പോവുക, ടാബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാബിയുടെ ഓപ്ഷൻ അവരാക്കിയാണ് നമുക്കത് ചെയ്തു തരും. അപ്പോൾ ഇന്ന് ഇത്രയുള്ള മച്ചന്മാരെ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.